ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനുവേണ്ടി ആദ്യമായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് അവിലിടുക. അത് കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ക്രിസ്പി ആവണ്ട, ചെറിയ തീയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മുടെ അവൽ ഒരുവിധം റെഡിയായി. അപ്പം ഞാനത് മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് പഴം തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഒരുപാട് പഴുക്കാത്ത പഴം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു 4 പഴം തൊലി കളഞ്ഞ് ഒരു ചെറിയ ബൗളിലോട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന അവലിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് പഴം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതിനുശേഷം ഒരു ചെറിയ ഫോർക്ക് ഉപയോഗിച്ച് പഴം നമുക്കിതുപോലെ പതിയെ ഉടച്ച് കൊടുക്കാം. പഴം നന്നായിട്ട് ഉടച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ചെറിയ ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പഴം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ പഞ്ചസാര ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് പാലിന് ഒരു 5 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടേക്കുന്നത്. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ പഞ്ചസാര ഇതിലെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വറുത്ത് വച്ചിരിക്കുന്ന അവൽ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പഴവും പഞ്ചസാരയും അവലും എല്ലാം നന്നായിട്ട് ഇളക്കി അതിലോട്ട് നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതിലോട്ട് വറുത്ത് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് റെഡിയാണ്. നമുക്ക് അത് ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബൂസ്റ്റ് ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലോട്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്യാം. അതിപ്പോൾ നമുക്ക് നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ കിട്ടും. നമ്മുടെ അവിൽ മിൽക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക്